ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഗസയിൽ 116 പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. പട്ടിണി മൂലം ഒരാഴ്ച പ്രായമുള്ള കുഞ്ഞടക്കം 2 പേരാണ് മരിച്ചത്. എന്തായാലും ഈ പശ്ചിമേഷ്യയിലെ ഗസയിൽ സമാധാനം ഉണ്ടാകുമെന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നം മാത്രമാണ് എന്ന് ഓരോ ദിവസവും തെളിയിക്കുകയാണ്. പി ജെയിംസ് തത്സമയം ചേരുകയാണ് ഈ വാർത്തകളെ അപഗ്രഥിക്കാൻ. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് SKN. ഹായ്. ഓരോ ദിവസവും പി ജെയിംസിനെ കാണുമ്പോൾ വല്ലാത്തൊരു അഴകാകട്ടോ. നല്ല അറുമയാണ് വിദേശകാര്യ സ്പെഷ്യലിസ്റ്റ്. കേൾക്കാൻ എങ്ങനെയായി നല്ല കാര്യമല്ലേ, രാവിലെ തന്നെ നല്ലൊരു കമന്റ് കേൾക്കുന്ന സുഖമല്ലേ? വല്ല കൊള്ളാം, ഗ്ലാമറും ഒക്കെ കൂടി വരുന്നുണ്ട്. എന്തായാലും കൊള്ളാം. ഈ രാവിലെ തന്നെ അങ്ങ് പുട്ടിയിടുവോ? എങ്ങനെ അതിന്റെ പരിപാടി? ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള സൗന്ദര്യമല്ലേ? ആണോ? പക്ഷേ ഒന്ന് എഴുതി വെക്കേണ്ട, ഒരു ബോർഡ് വെക്കേണ്ട അവസ്ഥയുണ്ട് അതിന്. സ്വാഭാവിക സൗന്ദര്യം. ഓക്കെ ബിബി, അപ്പൊ നമുക്ക് പശ്ചിമേഷ്യയിലേക്ക് പോയാൽ നമുക്ക് ഈ ചിരിയെല്ലാം തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഇതൊക്കെ പറയാം. പക്ഷേ പശ്ചിമേഷ്യയിലേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ വലിയ ഗുരുതരമാണ് SKN. വലിയ സങ്കടമെന്ന് തോന്നിയ ഒരു കാര്യം, ഒരു ആഴ്ച പ്രായമായ കുഞ്ഞ് ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന് മരിച്ചുവെന്ന് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. കാരണം അവിടേക്കുള്ള ഇന്ധനം അടക്കം എല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്, മറ്റേ ഭക്ഷണമില്ല. അങ്ങനെ ഒരു കുഞ്ഞ്, ഒരാഴ്ച മാത്രം ഇതായിട്ടുള്ള കുഞ്ഞ് അടക്കം 2 പേർ പട്ടിണി കിടന്ന് മരിച്ചു എന്ന് പറയുമ്പോൾ അത് മരിച്ചവരുടെ 100 കണക്കിന് ആൾക്കാർ കഴിഞ്ഞ 21 മാസത്തിനുള്ളിൽ പട്ടിണി കിടന്ന് മരിച്ചിട്ടുണ്ട്. എല്ലും കോലുമായിട്ടുള്ള കുട്ടികളുടെ ചിത്രങ്ങൾ, ദൃശ്യങ്ങൾ ഒരുപാട് ഗസയിൽ നിന്ന് വരുന്നുണ്ട്. പലതും കാണിക്കാൻ പറ്റാത്ത വിധത്തിൽ അത്രയും ദയനീയമായിട്ടുള്ള സങ്കടകരമായ കരള് പിളർക്കുന്ന കാഴ്ചയാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഗസയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി വൈകാരികമായിട്ട് തന്നെ സംസാരിക്കേണ്ടി വരുന്നത്. അതിനിടയിൽ SKN കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 116 പലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. അത് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ. ഇസ്രായേല് തുരുതുര ആക്രമിക്കുകയാണ്. ആക്രമിക്കുന്ന സ്ഥലങ്ങൾ അത് തെക്കൻ ഗസയിലും വടക്കൻ ഗസയിലും മധ്യ ഗസയിലും ഒക്കെ ആക്രമണമാണ്. വ്യോമ തരത്തിലുള്ള യുദ്ധവിമാനങ്ങൾ ചീറിപ്പാഞ്ഞ് ആക്രമിക്കുന്നു. കരയിൽ നിന്ന് ഷെല്ലുകൾ അടിച്ചുകൊണ്ട് ടാങ്കുകൾ നീങ്ങുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്, പട്ടിണിയാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെ അവരോടൊക്കെ പോകാൻ പറഞ്ഞിരിക്കുന്നത് റഫ എന്ന ഒരു ചെറിയ നഗരത്തിലേക്കാണ്. 23 ലക്ഷം പേരുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അവിടുത്തെ ഏക കത്തോലിക്ക പള്ളി ആക്രമിച്ചത്. അതിൻ്റെ പേരിൽ ഇസ്രായേലി പ്രധാനമന്ത്രി മാർപ്പാപ്പയെ വിളിച്ച് ക്ഷമ ചോദിച്ചു എന്ന് വരെ വാർത്ത വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ടും അവർ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആക്രമണത്തിന് യാതൊരു കുറവുമില്ല. ലോകം മുഴുവൻ ഈ ഇസ്രായേലിൻ്റെ ആക്രമണത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. വെടിനിർത്തൽ എല്ലാവരും പ്രഖ്യാപിച്ചതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അതിനുശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ഹമാസ് എല്ലാവരും പറഞ്ഞു ഇതാ വെടിനിർത്തൽ, നമ്മളെല്ലാം പറഞ്ഞതാണ്. പക്ഷെ അതൊന്നും നടക്കുന്നില്ലെന്ന് മാത്രമല്ല, ഓരോ ദിവസവും കൊല്ലപ്പെടുന്നവരുടെ സംഖ്യ കൂടുന്നു. ഏതാണ്ട് 59,000 പേര് കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത് SKN. ജെയിംസ്, മറ്റൊരു കാര്യം, ഈ യുക്രൈൻ നഗരങ്ങളിൽ റഷ്യ വ്യാപകമായി ആക്രമണം നടത്തുകയാണ്. ഒരുപാട് പേർ മരിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമാധാന ചർച്ചയ്ക്ക് താൻ തയ്യാറാണെന്ന് വ്ളോഡിമിർ സെലൻസ്കി പറഞ്ഞതായും വിവരം ലഭിക്കുന്നു. യുക്രൈനിലും നമ്മൾ ഈ പശ്ചിമേഷ്യ പോലെ തന്നെ സമാധാനം വളരെ ഒരു വിദൂരമായ സാധ്യതയാണ്. തീർച്ചയായും SKN. ഈ ഡൊണാൾഡ് ട്രംപ് ഞാൻ അധികാരത്തിൽ വന്ന ഒറ്റ ദിവസം കൊണ്ട് ഉക്രൈൻ യുദ്ധം നിർത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ട്രംപിൻ്റെ ഭീഷണിക്കോ സമാധാന ശ്രമങ്ങൾക്കൊന്നും യാതൊരു തരത്തിലും കൂസാൻ റഷ്യയോ ഉക്രൈനോ തയ്യാറാവുന്നില്ല, പ്രത്യേകിച്ച് റഷ്യ. എന്തായാലും റഷ്യ ഈ മണിക്കൂറുകളിൽ 300 ഡ്രോണുകളും 30 ബാലിസ്റ്റിക് മിസൈലുകളുമാണ് അയച്ചത്. അത് 11 റീജിയൻസ്, ഏതാണ്ട് 11 നഗരങ്ങളിൽ തന്നെ അത് വന്ന് വീണു. അത് കരിങ്കടലിന് തൊട്ടുള്ള ഒഡേസ എന്ന വളരെ പ്രസിദ്ധമായ സാംസ്കാരിക നഗരത്തിൽ അവിടുത്തെ അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ കത്തിയെരിയുന്നതിൻ്റെ വിഷ്വൽസ് ഈ മണിക്കൂറുകളിൽ വരുന്നുണ്ട്. അവിടെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, 1-2 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ബങ്കറുകളിലാണ്. അത് ഒഡേസയിൽ മാത്രമല്ല, സെൻട്രൽ അല്ലെങ്കിൽ മധ്യ ഉക്രൈനിൽ, അതുപോലെ തന്നെ കിഴക്കൻ ഉക്രൈനിൽ, വടക്കൻ ഉക്രൈനിലൊക്കെ ആക്രമണമാണ്. വ്യാപകമായ ആക്രമണം അയച്ചുവിട്ടിരിക്കുന്നു. ഇതിനിടയിലാണ് വോളഡിമിർ സെലൻസ്കി പറയുന്നത്, യുക്രൈൻ്റെ പ്രസിഡന്റ്, ഞങ്ങൾ സമാധാന ചർച്ചയ്ക്ക് വീണ്ടും തയ്യാറാണ്, അടുത്ത ആഴ്ച ചർച്ച നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മിണ്ടുന്നില്ല. അദ്ദേഹം അതിശക്തമായിട്ടുള്ള നിലപാടിൽ നിൽക്കുകയാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ ദിവസങ്ങളിൽ പറയുകയും ചെയ്തു, ഡൊണാൾഡ് ട്രംപിൻ്റെയും അമേരിക്കയുടെയും ഭീഷണിക്കൊന്നും ഞാൻ വഴങ്ങുന്ന പ്രശ്നമില്ല എന്ന രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നു. ട്രംപ് ആണെങ്കിൽ അൾട്ടിമേറ്റം കൊടുത്തിരിക്കുകയാണ്, 50 ദിവസത്തിനുള്ളിൽ ഇത് തീർത്തില്ലെങ്കിൽ വേറെ തരത്തിലേക്ക് പോകുന്നതാണ്. ഇതുവരെ ഉടൻ നിർത്തണമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ട്രംപ് പറഞ്ഞതിൽ ഒരു കാര്യം കണ്ടെത്തിയിരിക്കുന്ന മുൻ സ്റ്റേറ്റ് സെക്രട്ടറി കോണ്ടിലിസ റൈസാണ്. അവർ പറഞ്ഞത് ട്രംപ് നിലപാട് മാറ്റിയതോടെ ഒരുപക്ഷെ ഉക്രൈൻ യുദ്ധം തീരാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് SKN.